മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. മഴ ഭൂമിയിലെ ജലലഭ്യതയെ നിലനിർത്തുന്നത് മഴയാണ്. അള്ളാഹു ഈ വലിയ അനുഗ്രഹത്തെക്കുറിച്ച് സൂറത്തുൽ അൻആമിൽ 99-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ. അള്ളാഹുവാണ് ആകാശത്ത് നിന്ന് വെള്ളമിറക്കുന്നത്, മഴ വർഷിക്കുന്നത്. മഴ കുറഞ്ഞാൽ അത് നമുക്ക് പ്രയാസമാകും, മഴ കൂടിയാലും പ്രയാസമാണ്. മനുഷ്യന് വെള്ളം കുടിക്കാതെ എത്ര ദിവസം ജീവിക്കാൻ കഴിയും? 1-2 ദിവസം, ഏറിയാൽ 3 ദിവസം. അപ്പോഴേക്കും മനുഷ്യന് ജീവന് ഭീഷണി വരും, ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 2-3 ലിറ്റർ വെള്ളം ഒരു പ്രായപൂർത്തിയായ മനുഷ്യൻ കുടിക്കണമെന്നുള്ളതാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ശരീരത്തിലെ ടോക്സിൻസ് പുറന്തള്ളുന്നതിന് വെള്ളം കുടിക്കൽ അനിവാര്യമാണ്. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മര്യാദയായി നമ്മെ പഠിപ്പിച്ചു: ഇരുന്ന് വെള്ളം കുടിക്കണം. നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ഇരുന്ന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. ചിലയിടത്ത് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും, അപ്പോൾ പിന്നെ അവിടെ ഒരു ഇളവുണ്ട്, നിന്ന് കുടിക്കാം. ഇരിക്കാൻ സീറ്റില്ലെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വെള്ളം അനിവാര്യമാണ്. വെള്ളം കുടിക്കാതെ മനുഷ്യന് ജീവിക്കാൻ ഇവിടെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ശുദ്ധജലം സുലഭമാക്കി. ഈ ഭൂമിയുടെ 70% വെള്ളമാണ്. ആ 70% വെള്ളവും 30% കരയുമുള്ള ഭൂമി. ആ ഭൂമിയിലെ വെള്ളത്തിൻ്റെ 97% കടൽ വെള്ളമാണ്, ഉപ്പുള്ള വെള്ളമാണ്. അതിലും വലിയ ഹിക്മത്തുണ്ട്, അതിലും വലിയ ആസൂത്രണമുണ്ട്. പിന്നെ അവശേഷിക്കുന്ന 3% വെള്ളത്തിൽ 2% മഞ്ഞും ഹിമവുമാണ്. ബാക്കിയുള്ള 1% വെള്ളമാണ് ശുദ്ധജലമായിട്ട് പുഴകളിലൂടെ ഒഴുകുന്നത്, ജലസംഭരണികളുള്ളത്, ജലസ്രോതസ്സുകളിൽ, കുളങ്ങളിൽ, കിണറുകളിൽ, തോടുകളിൽ എല്ലാമായിട്ട് ഉള്ളത്. ഈ 1% വെള്ളത്തിൽ നിന്നാണ് ലോകത്തുള്ള സകല ജീവജാലങ്ങളും ദാഹമകറ്റുന്നത്, വെള്ളം കുടിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇടതടവില്ലാതെ ലോകത്തെങ്ങുമുള്ള കോടാനുകോടി ജീവജാലങ്ങൾ, മനുഷ്യനെ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്നില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ്. വെള്ളമില്ലാതാകുന്നില്ല. എങ്ങനെയാണ് വെള്ളത്തിൻ്റെ ലഭ്യത ഇവിടെ നിലനിർത്തപ്പെടുന്നത്? ഭൂമിയിൽ നിന്ന്, ജലസ്രോതസ്സുകളിൽ നിന്ന് വെള്ളം സൂര്യൻ്റെ ഉഷ്ണമേറ്റുകൊണ്ട് നീരാവിയായി ആകാശത്തേക്ക് ഉയരുന്നു. അങ്ങനെ ആകാശത്ത് നിന്ന് അത് മേഘമായി മാറി തണുത്ത് മഴയായി ഭൂമിയിലേക്ക് പെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കടൽ വെള്ളമാണ് അധികവും അന്തരീക്ഷത്തിലേക്ക് നീരാവിയായി വരുന്നത്. പക്ഷേ അവിടെ ആ വെള്ളം ഉപ്പുവെള്ളമായി മാറുന്നില്ല. കടലിലെ വെള്ളം ഉപ്പാണ്. അന്തരീക്ഷത്തിലേക്ക് നീരാവിയായി കടൽ വെള്ളം ഉയരുമ്പോൾ ഉപ്പ് ഉൾപ്പെടുന്ന ലവണങ്ങൾ അതിൻ്റെ ഒപ്പം ഉയരുന്നില്ല, ഉപ്പ് അവിടെ അവശേഷിക്കുന്നു. അങ്ങനെ പെയ്തിറങ്ങുന്ന മഴ ശുദ്ധജലമായിട്ടാണ് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത്. അള്ളാഹു ചെയ്ത വലിയ കാരുണ്യമാണ്. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്: അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. മേഘങ്ങളിൽ നിന്ന് ആ വെള്ളം വർഷിക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ നാം ഉപ്പ് രസമുള്ളതാക്കി മാറ്റുമായിരുന്നു. ഫലൗലാ തശ്കുറൂൻ. എന്നാൽ ഉപ്പ് വെള്ളമാക്കി അല്ലാഹു മാറ്റുന്നില്ല.
മഴവെള്ളം ശുദ്ധമായ ജലമാണ്. അത് എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നില്ല? ഫലൗലാ തശ്കുറൂൻ, എന്തുകൊണ്ട് നിങ്ങൾ എന്നിട്ടും എന്നോട് നന്ദി കാണിക്കുന്നില്ല എന്ന് അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാഖിയയിലൂടെ. അപ്പോൾ അള്ളാഹുവിന് എത്ര നന്ദി കാണിച്ചാലും മതിയാവുകയില്ല ഈ വലിയ അനുഗ്രഹത്തിന്. അള്ളാഹു മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഭൂമി സസ്യശ്യാമളമാകുന്നു, ഹരിതാപമായി തീരുന്നു. ഈ മഴ എപ്പോഴാണ് ഭൂമിയിലേക്ക് പെയ്യുക? പ്രവചനം പലപ്പോഴും തെറ്റിപ്പോവുകയാണ്. മഴയെ സംബന്ധിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനങ്ങൾ ദിനേന നമ്മൾ കേൾക്കുന്നു മഴക്കാലമാകുമ്പോൾ. പക്ഷേ മഴ പെയ്യുമെന്ന് പറയുന്ന ദിവസം പെയ്യാതെ പോകുന്നു. കളക്ടർ അവധി കൊടുക്കുന്ന ദിവസം മഴ തീരെ പെയ്യാതെ പോകുന്നു. മഴ രൂക്ഷമായിട്ട് പെയ്യുമെന്ന് പറയുന്നു, അങ്ങനെ അവധി കൊടുക്കുന്നു വിദ്യാലയങ്ങൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. പക്ഷേ അന്ന് മഴ പെയ്യാതെ പോകുന്നു. എന്തുകൊണ്ടാണിത്? അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ മഴ പെയ്യുമെന്ന് പറയുന്ന ദിവസങ്ങളിൽ മഴ പെയ്യാറുമുണ്ട്, പെയ്യാതിരിക്കാറുമുണ്ട്. കാലാവസ്ഥാ പ്രവചനങ്ങൾ പലപ്പോഴും തെറ്റിപ്പോവുകയാണ്. ഇത് മഴ എന്നുള്ളത് നമുക്കറിയാം, മേഘങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. മേഘങ്ങളെ നിയന്ത്രിക്കുന്നത് കാറ്റാണ്. കാറ്റുകളുടെ ഗതിവിധികൾ കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. അവ അള്ളാഹുവിൻ്റെ നിർണയത്തിന് വിധേയമാണ്. അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് കാറ്റുകളുടെ ഗതിവിഗതികളും സഞ്ചാരവും ഉള്ളത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റൂമിൽ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹുല്ലദീ റുസ്സുലുർ റിയാഹ്, അല്ലാഹുവാകുന്നു കാറ്റുകളെ അയക്കുന്നത്. ഫതുസീറു സഹാബാ, അങ്ങനെ ആ കാറ്റുകൾ മേഘങ്ങളെ ഇളക്കി വിടുന്നു. ഫയബ്സുതുഹു ഫിസ്സമായി കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ആ മേഘങ്ങളെ അല്ലാഹു തള്ളിവിടുന്നു. മേഘങ്ങളിൽ നിന്ന് മഴ വർഷിക്കുന്നു. മേഘങ്ങൾ തണുത്തുകൊണ്ട് മഴ വർഷിക്കുന്നു. ഈ മഴ വർഷം അത് കൃത്യമായി ഭൂമിയിലേക്ക് ലഭിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴ കൂടിയാലും പ്രശ്നമാണ്. അതിവർഷമുണ്ടായാൽ പേമാരി, വെള്ളപ്പൊക്കം, അതിൻ്റെ കെടുതികൾ. തീരെ മഴ കുറഞ്ഞു പോയാലോ രൂക്ഷമായ വേനലിൻ്റെ കെടുതികൾ. അങ്ങനെ മനുഷ്യന് കൃത്യമായ അളവിൽ എപ്പോഴും മഴ ആവശ്യമാണ്. മഴ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കിണറുകൾ വേഗം വറ്റിപ്പോകും, ജലസ്രോതസ്സുകൾ വറ്റിപ്പോകും, തടാകങ്ങൾ വറ്റിപ്പോകും, പുഴകൾ വറ്റിപ്പോകും. അങ്ങനെ വെള്ളമില്ലാതെ മനുഷ്യനാകെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാകും. മനുഷ്യൻ്റെ ജീവിതം വലിയ പ്രതിസന്ധിയിലാകും. എപ്പോഴൊക്കെ ഭൂമിയിൽ അതിൻ്റെ കഠിനമായ വരൾച്ച ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം മനുഷ്യർ വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായിട്ടുണ്ട്. അതേസമയം മഴ കൂടിയാലോ അതിരൂക്ഷമായ മഴ അത് പേമാരിയും വെള്ളപ്പൊക്കവുമായി മനുഷ്യനിൽ വലിയ നാശങ്ങൾ ഉണ്ടാക്കും, വലിയ കെടുതികൾ സമ്മാനിക്കുന്നതാണ്. ലോകത്തുണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ വെള്ളപ്പൊക്കമാണ്. ലോകം മുഴുവൻ മുങ്ങിപ്പോയ വെള്ളപ്പൊക്കം. അതുപോലൊരു വെള്ളപ്പൊക്കം പിന്നീടുണ്ടായിട്ടില്ല. ആകാശത്തിലെ വെള്ളവും ഭൂമിയിലെ വെള്ളവും ഒന്നായി ചേർന്ന വെള്ളപ്പൊക്കം എന്നാണ് ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ തൂഫാൻ, ആ മഹാപ്രളയത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം പിന്നീടുണ്ടായിട്ടില്ല. ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ കയറിയ ആളുകൾ മാത്രമാണ്. കപ്പലിൽ കയറിയ ഓരോ ജോഡി ഇണകൾ എല്ലാ ജീവജാലങ്ങളുടെയും. പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിലും വിശ്വാസികളുമാണ് കപ്പലിൽ കയറി രക്ഷപ്പെട്ടത്. അപ്പോൾ ആ പ്രളയത്തിന് ശേഷം നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന് ബലി നൽകിക്കൊണ്ട് ദുആ ചെയ്തു, അള്ളാഹുവേ ഇനി ലോകം മുഴുവൻ മുക്കുന്ന ഒരു പ്രളയം ഉണ്ടാകാതെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന്, ഈ മനുഷ്യ സമൂഹത്തെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. പിന്നീട് ഒരിക്കലും ലോകം മുഴുവൻ മുങ്ങുന്ന ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീടും നിരവധി വലിയ ജലപ്രളയങ്ങൾ ഉണ്ടായി, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പല വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഭൂകമ്പം, ഭൂമികുലുക്കം, മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്, അങ്ങനെ നിരവധിയായ പ്രകൃതിക്ഷോഭങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുണ്ടായ ഏറ്റവും വലിയ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ 1980 മെയ് 18 അമേരിക്കയിലെ വാഷിങ്ടൺ സംസ്ഥാനത്തിൽ മൗണ്ട് സെന്റ് ഹെലൻസിൽ ഉണ്ടായ ആ ഒരു ഉരുൾപൊട്ടലും പിന്നെ മണ്ണിടിച്ചിലുമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്, മരിച്ചുപോയത്.
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജൂലൈ 7 അതിശക്തമായ മഴയെ തുടർന്ന് വയനാട്ടിലെ കള്ളാടി ആനക്കാമ്പയിൽ തുരങ്കപാത പദ്ധതി പ്രദേശത്ത് അതിശക്തമായ മണ്ണിടിച്ചിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 7 ആളുകൾ മരണപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുള്ളത്. ഒരാളുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2024 2 വർഷം മുമ്പ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ 298 ആളുകളാണ് ലോകത്തോട് വിട പറഞ്ഞത്. അന്ന് 400ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, പള്ളികൾ തകർന്നുപോയി, വിദ്യാലയങ്ങൾ തകർന്നുപോയി, മണ്ണിനടിയിലായിപ്പോയി. ഇപ്പോൾ മഴ അതിശക്തമായി തുടരുമ്പോൾ എല്ലാവരും ഭയാശങ്കയിലാണ്, ഭീതിയിലാണ്. കടലോരങ്ങളിലുള്ളവർ ഭീതിയിലാണ്, പുഴയോരങ്ങളിലുള്ളവർ ഭീതിയിലാണ്, മലയോരങ്ങളിലുള്ളവർ ഭീതിയിലാണ്. എന്നാൽ ഈ ഭീതി ഈ മലയോരങ്ങളിലും കടലോരങ്ങളിലും പുഴയോരങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നില്ല. ഈ ഭയാശങ്ക ഇത് ലോകത്ത് മുഴുവനുള്ള മനുഷ്യരെയും ബാധിക്കുന്നതാണ്. ഒരു കൊടുങ്കാറ്റുണ്ടായാൽ അതിന് ഏത് സ്ഥലത്ത് വേണമെങ്കിലും കൊടുങ്കാറ്റ് വീശാം. ഒരു ഇടിമിന്ന് അത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഉണ്ടാകാം. ഭൂകമ്പവും ഭൂമികുലുക്കവും ഏത് സ്ഥലത്തും ഉണ്ടാകാം. അതുകൊണ്ട് അതിശക്തമായ മഴ പെയ്യുമ്പോൾ, മഴ അതിരൂക്ഷമായി മാറുമ്പോൾ, നിരന്തരം തുടർച്ചയായ മഴ പെയ്യുമ്പോൾ മനുഷ്യരെല്ലാവരും ഭയാശങ്കയിലായി മാറുന്നു. ഈ ഭയാശങ്കയിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതൊന്നു മാത്രമാണ്. മറ്റു പോംവഴികളില്ല. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ 51-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ വ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, അവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവ്, രക്ഷകർത്താവ്, സഹായി, സംരക്ഷകൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് വിശ്വാസികൾ ആ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിർഭയരായി ജീവിക്കുക. അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഒന്നും ഭൂമിയിൽ സംഭവിക്കുകയില്ല. മഴ അതിശക്തമായി തുടരുമ്പോൾ, മഴ പെയ്യുമ്പോൾ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അള്ളാഹുവേ ഈ മഴ ഞങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമേ. ഈ മഴ മൂലം നിങ്ങൾ കെടുതികൾ ഞങ്ങൾക്ക് വരുത്തരുതേ, പ്രയാസങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. മഴ പെയ്തു കഴിഞ്ഞാലും പ്രത്യേക പ്രാർത്ഥനയുണ്ട്. മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവേ നിന്റെ ഔദാര്യം കൊണ്ടും നിന്റെ കാരുണ്യം കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്നിങ്ങനെ അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ പറയണം, പ്രാർത്ഥിക്കണം. 4 സന്ദർഭങ്ങളിൽ അള്ളാഹു പ്രത്യേകം ദുആ സ്വീകരിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ 2ാമത്തത് മഴ വർഷിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അപ്പോൾ മഴ വർഷിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം, അല്ലാഹുവേ മഴക്കെടുതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. ഈ പ്രാർത്ഥന അള്ളാഹു ഈ മഴയെ നമുക്ക് അനുഗ്രഹമായി നിലനിർത്താൻ പ്രാർത്ഥന നമ്മൾ മറന്നു പോകരുത്. പ്രാർത്ഥന നമ്മൾ നിലനിർത്തണം. മഴയുടെ സന്ദർഭങ്ങളിൽ ആ പ്രാർത്ഥനയാണ് നമുക്കുള്ള രക്ഷയുടെ മാർഗം. ജാഗ്രത കൊണ്ട് മാത്രം നമുക്ക് ഈ പ്രതിസന്ധികളെ, കെടുതികളെ അതിജീവിക്കാൻ, പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യഗ്നി ഹദരിൻ മിൻ ഖദർ, ജാഗ്രത കൊണ്ട് മാത്രം വിധിയെ തടുത്തു നിർത്താൻ കഴിയില്ല. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് കോവിഡ് കാലത്ത് നമ്മൾ കേട്ടതാണ്. അത് ശരിയാണ്. പക്ഷേ ജാഗ്രത കൊണ്ട് മാത്രം പ്രകൃതി ദുരന്തങ്ങളെ, അപകടങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയില്ല. ഇന്ന ദുആ യൻഫഉ മിമ്മാ നസല വ മിമ്മാ ലം നസൽ, പ്രാർത്ഥന, ദുആ അത് വന്നതിനും വരാനിരിക്കുന്നതിനും പ്രയോജനകരമാണ്. നമുക്ക് വന്ന ഒരു ആപത്ത്, അതിൻ്റെ രൂക്ഷത കുറയ്ക്കാൻ, അതിൻ്റെ കെടുതികളിൽ നിന്ന് പെട്ടെന്ന് മോചനം നേടാൻ അതിനുള്ള വഴി പ്രാർത്ഥനയാണ്. ഇനി വരാനിരിക്കുന്ന ഒരു ആപത്തിനെ തടഞ്ഞു നിർത്താനുള്ള മാർഗവും എന്താണ്? അതും ദുആയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇന്ന ദുആ ലാ യൽകൽ ബലാഗ്, ഈ ദുആ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന ആപത്തുകളെ കണ്ടുമുട്ടുന്നതാണ്. നമുക്ക് വരാനുള്ള ആപത്തുകളെ കണ്ടുമുട്ടും. ആര്? ഈ പ്രാർത്ഥന.
അങ്ങനെ ആ പ്രാർത്ഥനയും ആ ദുആയും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ. അപ്പോൾ ആ ബലാ, ആ ആപത്ത് നമ്മളിലേക്ക് എത്തുകയില്ല. ആ ദുആ പ്രാർത്ഥന അതിനെ തടഞ്ഞു നിർത്തുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പ്രാർത്ഥന നിരതരാകണം. അതുപോലെ രണ്ടാമത്തെ കാര്യം, ഈ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വദഖത്തു റദ്ദുൽ ബലാ. സ്വദഖ, ദാനധർമ്മം, അത് ബലാവുകളെ, ആപത്തുകളെ, കെടുതികളെ, പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്തുന്നതാണ്. അതിൻ്റെ കെടുതികളിൽ നമ്മൾ രക്ഷപ്പെടുത്തുന്നതാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴെല്ലാം അള്ളാഹു തൻ്റെ അടിമയെ സഹായിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വതക്ക ചെയ്തുകൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിച്ചുകൊണ്ട്, ആളുകൾക്ക് എങ്ങനെയാണ് നമുക്ക് സഹായം ചെയ്യാൻ കഴിയുന്നത്, ആ നിലയ്ക്കെല്ലാം ആളുകളെ സഹായിച്ചുകൊണ്ട് നമ്മൾ ജനസേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അള്ളാഹു അവരെ സഹായിക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു പ്രയാസം അനുഭവിക്കുന്നവരെ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ, ദുനിയാവിലെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ സഹായിക്കുകയാണെങ്കിൽ അയാളുടെ അയാളുടെ ഖിയാമത്ത് നാളിലെ, അന്ത്യനാളിലെ ഒരു പ്രയാസം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്, പ്രയാസം രക്ഷപ്പെടുത്തുന്നതാണ്. ഒരു ഞെരുക്കം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ എളുപ്പം നൽകിയാൽ, സഹായം നൽകിയാൽ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവന് എളുപ്പം നൽകുന്നതാണ്, സഹായം നൽകുന്നതാണ്. ഒരു വിശ്വാസിയുടെ ഒരു കുറവ് ഒരാൾ മറച്ചു വച്ചാൽ അത് കാരണമായി ആ പാരത്രിക ലോകത്ത് അവൻ്റെ പോരായ്മകളെ അള്ളാഹു പരിഹരിക്കുന്നതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ സഹജീവികളെ, സഹോദരങ്ങളെ, പ്രയാസം അനുഭവിക്കുന്നവരെ, ബുദ്ധിമുട്ടുന്നവരെ, കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എല്ലാ കെടുതികളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നതാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ദാനധർമ്മം, അതിന് വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹു മഹ്ശറിൽ അർശിൻ്റെ തണൽ നൽകുന്നതാണ്. അവരാണ് ഏറ്റവും ശക്തിയുള്ളവർ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ലോകത്ത് ഏറ്റവും ശക്തിയുള്ളത് ആർക്കാണ്? കാറ്റിനേക്കാൾ ശക്തിയുള്ളവർ. അത് ഇടത് കൈ കൊണ്ട് അറിയാതെ വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നവരാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നമ്മുടെ ഈ പള്ളിയിലേക്ക്, കമ്മിറ്റിക്ക് ഒരു കത്ത് മാമ്പ്ര മഹലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അവിടെ അധ്യാപനം നടത്തുന്ന, പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിൻ്റെ മകളുടെ വിവാഹമാണ്. ഈ ആഗസ്റ്റ് 1 വിവാഹം. ഇപ്പോൾ നമുക്കറിയാം, ഒരു വിവാഹം, ഒരു പെൺകുട്ടിയുടെ വിവാഹം എന്നുള്ളത് എത്ര വലിയ ഭാരമേറിയ ചെലവുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. ഒരു പവൻ സ്വർണത്തിന് തന്നെ 1.25 ലക്ഷം രൂപയോളം വരുമെന്നുള്ളതാണ്. 10 പവനെങ്കിലും കൊടുക്കാതെ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് വിവാഹം കഴിച്ചയക്കാൻ കഴിയുക? അപ്പോൾ തന്നെ എത്ര ലക്ഷം രൂപയായി എന്ന് നമ്മൾ കണക്ക് കൂട്ടി നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം താങ്ങാനാവാത്തൊരു ഭാരമാണ് ഇന്ന് പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുക എന്നുള്ളത്. അതിന് എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ ആ പ്രതിസന്ധി, ആ പ്രയാസത്തെ ലഘൂകരിക്കാൻ കഴിയുന്നതാണ്, ആ കാര്യം എളുപ്പമായി തീരുന്നതാണ്. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു നല്ല സഹായം ആ ഉസ്താദിന് വേണ്ടി എല്ലാവരും നൽകണം. ഇൻഷാ അല്ലാഹ് സെക്രട്ടറി അവിടെ അത് സ്വീകരിക്കുന്നതാണ്. എല്ലാവരും ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നല്ല നിയ്യത്തോടുകൂടി ഒരു നല്ല സ്വതക്ക ആ കാര്യത്തിലേക്ക്, ആ നിക്കാഹിലേക്ക് നൽകണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ സ്വതക്കയുടെ കാരണമായ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.